തലയിൽ കൈയുള്ള മനുഷ്യനെ കണ്ടിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഐശ്വര്യ. AR360 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രാവൽ, ഫുഡ്, ഫൺ, അതാണ് ഈ ചാനലിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ നമ്മളുള്ളത് സൗത്ത് ആഫ്രിക്കയിലാണ്. ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ നിങ്ങളിലേക്ക് കൊണ്ടുവരാനാണ് നമ്മുടെ ഈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മളൊരു വിഷമിച്ചാണ് ചൈന ടെമ്പിൾ കാണാൻ പറ്റാത്ത വിഷമിച്ചാണ് നമ്മൾ നിർത്തിയത്. പക്ഷേ എന്നാലും നമ്മളൊരു അടിപൊളി സ്ഥലം നമ്മൾ കണ്ടുപിടിച്ചു. അടുത്ത് തന്നെ ചൈന ടെമ്പിളിൽ നിന്ന് 11 കിലോമീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻറ്റോൺ സ്മിത്ത് എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിൻ്റെ മനോഹരമായ ഒരു സ്കൾപ്ചർ പാർക്കാണ്. അതായത് ഒരു ഓപ്പൺ പാർക്കാണത്. പല പല സ്കൾപ്ചേഴ്സ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ അത് കാണാനായിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൺ ദ വേ നമ്മൾ നോക്കുമ്പോൾ ഒരു ഹമ്മർ ഗ്രൂപ്പിൻ്റെ ഇവിടെ ഇങ്ങനെ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. ഹാർലി ഡേവിഡ്സൺ ഗ്രൂപ്പ്, ഹമ്മർ ഒക്കെ ഓൺ ചെയ്യുന്നവരുടെ ഗ്രൂപ്പ്, അങ്ങനെയുള്ളവരുടെ കുറേ ഹമ്മറുകൾ ഇങ്ങനെ നിരത്തിയിട്ടാണ് കണ്ടു കേട്ടോ. നല്ല രസം, അടിപൊളി വണ്ടിയായിരുന്നു എല്ലാതും. അപ്പോൾ നമ്മളതൊക്കെ കണ്ടിട്ട് ആ സ്കൾപ്ചർ പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്കൾപ്ചർ പാർക്കിനെ പറ്റി പറയുമ്പോൾ നമ്മളൊരു കാര്യം കൂടി പറയണം. ആക്ച്വലി ഈ സ്കൾപ്ചേഴ്സിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൾപ്ചറുകൾ ഇപ്പോൾ ഈ പാർക്കിൽ നമ്മൾ കാണാൻ പോകുന്ന കുറേ സ്കൾപ്ചറുകളും ഒരു നഗ്നരോ ആയ രൂപങ്ങളാണ്, അല്ലെങ്കിൽ ശില്പങ്ങളാണ്. അതാണ് ഇത്തരം കലകളുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കുറച്ചുകൂടി ഒരു അറിവ് നമുക്ക് വേണമല്ലോ. എന്തൊരു കാര്യം ആസ്വദിക്കുന്നതിനൊക്കെ മുന്നേ അതിനെ കുറിച്ച് ഒരു മിനിമം വിവരമെങ്കിലും നമുക്ക് വേണം. അപ്പോൾ ഇതാണ് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. അതായത് ഗ്രീക്ക് കലയിലാണ് ഇത്തരം ശില്പങ്ങൾ ആദ്യമായിട്ട് ചെയ്തത്. അതും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീക്കുകാർ കൂടുതലായിട്ടും കായിക മത്സരങ്ങളിലൊക്കെ കൂടുതൽ പങ്കെടുക്കുന്നവരായിരുന്നു. അപ്പോൾ പൊതുവേ ഇവർ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ അർദ്ധനഗ്നരായിട്ടോ നഗ്നരായിട്ടാണ് പങ്കെടുക്കുക. കാരണം ഇവർക്ക് ഇവരുടെ ശരീരം പ്രദർശിപ്പിക്കാനായിട്ട് വലിയ ഉത്സാഹമുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അന്ന് ഉണ്ടാക്കിയ ശില്പങ്ങളൊക്കെ അതുപോലത്തെ ശില്പങ്ങളായിരുന്നു. ആദ്യമൊക്കെ ആണുങ്ങളുടെ ശില്പങ്ങൾ മാത്രമാണ് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ ഒരു 40-ാം സെഞ്ച്വറിയിൽ ഇവരുടെ ഒരു ദേവതയുണ്ട്, ഗ്രീക്ക് ദേവത അഫ്രോഡേറ്റ് എന്ന് പറഞ്ഞിട്ട്. ആ ദേവതയുടെ ഒരു നഗ്നരൂപം ഒരാളങ്ങ് ഉണ്ടാക്കുകയാണ്. അതോടുകൂടി ആ ശില്പം വന്നതോടുകൂടി പിന്നെ സ്ത്രീകളുടെ ശില്പങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പല ശില്പികളും ഇങ്ങനെ നഗ്നരൂപങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഇത് ഗ്രീക്കിലാട്ടോ ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്തത്, ഇങ്ങനത്തെ ശില്പങ്ങൾ ഉണ്ടാക്കൽ. ഇത്രയുള്ള നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഖജുരാഹോ എന്ന് പറഞ്ഞ മധ്യപ്രദേശിലെ ഒരു ടെമ്പിളിൽ ഇതിനേക്കാൾ കൂടുതലും ഇതുപോലത്തെ തരം ശില്പങ്ങളും ഇഷ്ടം പോലെ ഉണ്ട്. മാത്രമല്ല നമ്മുടെ കേരളത്തിൽ കാനായി കുഞ്ഞിരാമൻ മനോഹരമായിട്ടുള്ള ശില്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, മലമ്പുഴ യക്ഷിയും ജലകന്യകയൊക്കെ ഇതിൽ പെടുന്ന ശില്പങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഇവിടെ സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരു ശില്പിയാണ് ആൻറ്റോൺ. അപ്പോൾ ആൻറ്റോണിൻ്റെ പല ശില്പങ്ങളും ഇങ്ങനത്തെ സ്ത്രീകൾ മാത്രമല്ല, സ്ത്രീകളുടെ, പുരുഷന്മാരുടെ, അതുപോലെ തന്നെ മനുഷ്യരുടെ മുഖങ്ങളുടെയും ആർട്ടും, അങ്ങനെ പലതരത്തിലുള്ള ആർട്ട് നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ അവിടെ എത്തിയിട്ട്. ഇത് എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ കലകൾ എന്തൊക്കെ തരം ഉണ്ടായിരുന്നു എന്നുള്ളതും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിനെ ഒരു ആർട്ടായിട്ട് കാണുക. വേറൊരു തരത്തിൽ നമുക്കിത് കാണണ്ട. ഇത് ആസ്വദിക്കാനുള്ള ഒരു കല, അത്രേ ഉള്ളൂ.
ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെ നിന്ന് ജോഹനസ്ബർഗിലെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു വലിയൊരു ചൈനീസ് ടെമ്പിൾ ഉണ്ടായിരുന്നു. ആ ടെമ്പിളിൻ്റെ പേരാണ് നാനുഹ ടെമ്പിൾ. പക്ഷേ നമ്മൾ അവിടെ ചെന്നപ്പോൾ നമുക്കൊരു നല്ല സർപ്രൈസ് കിട്ടി. അതായത് ആ ടെമ്പിൾ പാൻഡമിക് കാരണം ഇപ്പോഴും ക്ലോസ്ഡ് ആണ്, തുറന്നിട്ടില്ല. നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ വിചാരിച്ചത് ഓപ്പൺ ആയിരിക്കുന്ന, കാരണം എല്ലാ ബിസിനസ്സൊക്കെ ഓപ്പൺ ആയിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി എന്ത് ചെയ്യും, കാരണം നമ്മളൊരു 100 കിലോമീറ്റർ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നല്ലോ. അപ്പോൾ നമ്മൾ നോക്കിയപ്പോഴാണ് ഒരു നല്ല കിടിലൻ ഒരു സ്കൾപ്ചർ പാർക്ക് കേട്ടോ. അപ്പോൾ ആ സ്കൾപ്ചർ പാർക്കിലേക്കാണ് നമ്മളിവിടെ വന്നത്. അപ്പോൾ നോക്ക്, എത്ര നല്ല പ്രതിമയാണ് നോക്ക്. അപ്പോൾ നമുക്ക് ഈ സ്കൾപ്ചർ പാർക്ക് ഒന്ന് കാണാം. ആകാശം നോക്കി കൈ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന നഗ്നനായിട്ടുള്ള ഒരു പ്രതിമയാണ് ഫെയ്ത്ത്. ആൻറ്റോൺ ഡിസൈൻ ചെയ്ത പല പ്രതിമകളും നമുക്കവിടെ കാണാൻ കഴിയായിരുന്നു. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പല തരത്തിൽ മുട്ടുസൂചി കൊണ്ടും മെറ്റലുകൾ കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള പല രൂപങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഈ സ്കൾപ്ചർ പാർക്കിൽ ഇവിടുത്തെ ആർട്ടിസ്റ്റുകൾ നല്ല മനോഹരമായിട്ടാണ് പല മെറ്റീരിയൽസ് ഉപയോഗിച്ചാട്ടോ ഈ ശില്പങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ചിലതൊക്കെ സിമെൻ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയത്, ചിലത് മെറ്റൽ കൊണ്ടും. അപ്പം എൻ്റെ ബാക്കിൽ നോക്കൂ, ഇത് ഒരു മെറ്റൽ കൊണ്ട് ചെയ്ത ഒരു മനോഹരമായ ഒരു സ്ത്രീയുടെ മുഖമാണ്. എന്ത് രസമല്ലേ ഇത് കാണാനായിട്ട്. ശില്പങ്ങൾ എന്താവാൻ ആഗ്രഹിക്കുന്നു, ഒരു നല്ല ശില്പി അത് യാഥാർത്ഥ്യമാക്കി കൊടുക്കുന്നു. ഈ സ്കൾപ്ചർ പാർക്കിലെ മനോഹരമായ ശില്പങ്ങൾ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. സൃഷ്ടാവിൻ്റെ സങ്കല്പത്തിലും കരവിരുതിലുമാണ് ഓരോ സൃഷ്ടിയുടെയും സൗന്ദര്യം. ഇവിടെ കാണുന്ന പ്രതിമകളിലെ അങ്കലാവണ്യം കാണുമ്പോൾ എത്ര മനോഹരമായാണ് അത് തീർത്തിരിക്കുന്നത് എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഒരു സായാഹ്നം ഇവിടെ കൂടെ നടന്ന് ഈ ഓരോ സൃഷ്ടിയുടെയും മനോഹാരിത ആസ്വദിക്കാൻ വളരെ നല്ല ഒരു സ്ഥലമാണ് ആൻറ്റോണിൻ്റെ ഈ സ്കൾപ്ചർ പാർക്ക്. പ്രതിമകളുടെ നഗ്നതയേക്കാൾ എന്നെ ആകർഷിച്ചത് അവരുടെ സൗന്ദര്യവും അങ്കലാവണ്യവുമാണ്. എത്ര മനോഹരമായാണ് ഓരോ പ്രതിമകളെയും അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്നത്. വേറിട്ട് നിൽക്കുന്ന പല തരത്തിലുള്ള സൃഷ്ടികൾ ഇവിടെയുണ്ട്. മനസ്സിലൊരിത്തിരി ഭയമുണർത്തുന്ന അസ്ഥിക്കൂടങ്ങൾ കൊണ്ടുള്ള ഒരു ആർട്ട് വർക്കും അവിടെ നമ്മൾ കണ്ടു. പുറമേയുള്ള കാഴ്ചകളെല്ലാം കണ്ട ശേഷം നമ്മൾ പോയത് അവിടെയുള്ള ഒരു ചെറിയ ഗ്യാലറിയിലേക്കാണ്. ഗ്യാലറിയോട് ചേർന്ന് ഒരു ചെറിയ കാഫേ കൂടിയുണ്ട്. ചായയും കേക്കും ഒക്കെ നമുക്ക് അവിടെ കിട്ടും. മെറ്റൽ ഷീറ്റുകൾ കൊണ്ടുണ്ടാക്കിയ സ്ത്രീകളുടെ മുഖങ്ങളാണ് എൻ്റെ ശ്രദ്ധ ആകർഷിച്ചത്. ഒരു പഴയ ഒരു കാറും അവിടെ നിർത്തിയിട്ടിരുന്നു. ഈ മുഖങ്ങളെ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും മെറ്റൽ ഷീറ്റുകൾ അടിച്ച് തീർത്തിട്ടാണ് ഈ മുഖങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പലതരം ടെക്നിക്സാണ് ഇവരിതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മെറ്റലുകൾ കട്ട് ചെയ്ത് വെൽഡ് ചെയ്ത് ചേർത്താണ് ഈ ആർട്ട് വർക്കുകൾ. നമ്മൾ നേരെ ഗാലറിയിലേക്ക് നടന്നപ്പോൾ അതിൻ്റെ വലതുവശത്തായി ഒരു സ്ത്രീയുടെ നഗ്നമായ ഒരു ശില്പം ഉണ്ടായിരുന്നു. കാണാൻ മനോഹരം തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ. ഉള്ളിലേക്ക് കയറിയപ്പോഴും ഇഷ്ടം പോലെ പ്രതിമകൾ അവിടെ ഉണ്ടായിരുന്നു കാണാനായിട്ട്. ഇവിടെ കുറേ വർക്കുകളുണ്ട്, മെറ്റൽ കൊണ്ടും സിമെന്റ് കൊണ്ടും ഒക്കെ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇത് ഒരു ആർട്ട് ഗാലറിയാണ്. ഈ ആർട്ട് ഗാലറിയിൽ നമുക്ക് മെറ്റൽ കൊണ്ടൊക്കെ നല്ല ഭംഗിയുള്ള ആർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആർട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആർട്ട് ഇങ്ങനെ പടമൊക്കെ ഞാൻ വരയ്ക്കാറുണ്ട്. ഇത് മെറ്റലാണ്, മെറ്റൽ കൊണ്ടുള്ള ആർട്ടുകളാണ്. ഇത് ആക്ച്വലി നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റും. അത്യാവശ്യത്തിന് നല്ല പൈസ ചെയ്തുകൊണ്ട് നമ്മൾ വാങ്ങിക്കുന്നില്ല, നമ്മൾ വെറുതെ കണ്ടിട്ട് പോവാണ് കേട്ടോ. ഈ ഗാലറിയിൽ കൂടുതലായിട്ട് കാണാൻ കഴിഞ്ഞത് മനോഹരമായ മുഖങ്ങളും അങ്കലാവണ്യമുള്ള സ്ത്രീകളുടെ ശരീരങ്ങളും അതുപോലത്തെ തന്നെ വേറെ തരത്തിലുള്ള മുഖങ്ങളുടെയും ഒക്കെ ആർട്ട് വർക്കുകളാണ്.
പൊതുവെ കലകളോടും കലാസൃഷ്ടികളോടും ഇഷ്ടമുള്ള എനിക്ക് തോന്നിയ ഒരു സംശയം, എങ്ങനെയാണ് ഈ ഓരോ മുഖങ്ങളും ഇത്ര ഒരുപോലെ ഇരിക്കുന്നതെന്നാണ്. എങ്ങനെയാണ് ഈ സ്ത്രീകളുടെ പ്രതിമകൾ ഇത്ര അങ്കലാവണ്യത്തോടു കൂടി ഈ കലാകാരൻ സൃഷ്ടിക്കുന്നത്? ഇതറിയാനുള്ള ആഗ്രഹം എനിക്ക് കൂടുതലായി തോന്നി. ഈ ഗാലറിയുടെ പുറകുവശത്തായി കുറച്ച് കലാകാരന്മാർ നല്ല കലാസൃഷ്ടികൾ ചെയ്യുന്നത് കണ്ട ഞാൻ അവിടേക്കാണ് നേരെ ചെന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, അവിടേക്ക് സാധാരണ കാണാൻ വരുന്നവർക്ക് അനുവാദമില്ല അവിടെ സന്ദർശിക്കാൻ എന്നാണ്. എന്നാലും നമ്മളെ ഒരാൾ ഒരുപാട് സഹായിച്ചു. അതാണ് യോണ്ടർ. ഇവിടുത്തെ ഒരു ശില്പിയാണ് അദ്ദേഹം. അവിടെ ഞാൻ പരിചയപ്പെട്ടത് ചുറുചുറുക്കുള്ള ഒരു യുവ കലാകാരനെയാണ്. ഇദ്ദേഹത്തിൻ്റെ പേരാണ് യോണ്ടർ. യോണ്ടർ പല തരത്തിലുള്ള സൃഷ്ടികൾ ഇവിടെ ചെയ്യാറുണ്ട്. ഇദ്ദേഹം പറഞ്ഞത് ആൻറ്റോൺ എന്ന കലാകാരൻ ഡിസൈൻ ചെയ്ത് ഇവർക്ക് കൊടുക്കുമ്പോൾ ഇവർ ആ ഡിസൈൻ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നതെന്നാണ്. അപ്പം എങ്ങനെയാണ് ഓരോ സൃഷ്ടികളും ചെയ്യുന്നതെന്നും അതെങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതുമെന്നും എല്ലാം അദ്ദേഹം നമ്മളെ വിശദമായി എക്സ്പ്ലെയിൻ ചെയ്തു. പറയാതെ വയ്യ, വളരെ ചുറുചുറുക്കുള്ള അദ്ദേഹത്തിന് നമ്മളെ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാൻ നല്ല ഒരു ഉഷാറുണ്ടായിരുന്നു. അത് കേൾക്കാൻ നമുക്കും നല്ല സന്തോഷം തോന്നിയിരുന്നു. കുസൃതി നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി യോണ്ടർ നമ്മളോട് പറഞ്ഞത്, ഞാനിവിടെ 1 വർഷമായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ആൻറ്റോൺ എന്ന കലാകാരനാണ് എനിക്കിവിടെ ജോലി ചെയ്യാൻ അവസരം തന്നത്. എനിക്ക് കലയുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഇവിടെ വന്ന് ഇത് ചെയ്തു തുടങ്ങിയപ്പോൾ ഞാൻ ഈ കലയെ സ്നേഹിക്കാൻ തുടങ്ങുന്നു. അത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു എന്നാണ് യോണ്ടർ നമ്മളോട് പറഞ്ഞത്. എങ്ങനെയാണ് ഇവിടെ കാണുന്ന ഓരോ മുഖങ്ങളും ഒരുപോലെ ഇരിക്കുന്നത് എന്നുള്ള എൻ്റെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത്, ഇവർ അതുണ്ടാക്കുന്നത് ഒരു തരം മോൾഡ് വെച്ചിട്ടാണ്. പല വലിപ്പത്തിലുള്ള മോൾഡുകൾ അവിടെ ഉണ്ടെന്നും അതുപയോഗിച്ചാണ് ഇത് ഇത്ര ഒരുപോലെ ഉള്ള കലാസൃഷ്ടികളായി വരുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം എനിക്കൊരു മോൾഡ് കാണിച്ചു തരികയും ചെയ്തു. ഇപ്പം നമ്മൾ കാണുന്നത് അവരുപയോഗിക്കുന്ന ഒരു മോൾഡാണ്. അതുപോലത്തെ പലതരത്തിലുള്ള വലുപ്പത്തിലുള്ള മോൾഡുകൾ കൊണ്ടാണ് ഇവർ ഈ ഓരോ മുഖങ്ങളും ഇത്ര ഒരുപോലെ സൃഷ്ടിക്കുന്നത്. പ്ലാസ്റ്റിക്കും ഫൈബറും ഉപയോഗിച്ചാണ് ഈ ഓരോ മോൾഡുകൾ ഉണ്ടാക്കുന്നതും. വലിയ വലിയ പ്രതിമകളുടെ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി ആ ഒരു രൂപം തയ്യാറാക്കിയതിന് ശേഷം എല്ലാം ഒരുമിച്ച് ചേർത്ത് സിമെൻറ്റ് കൊണ്ട് ഉറപ്പിക്കുകയോ അത് വെൽഡ് ചെയ്ത് ചേർക്കുകയാണ് ചെയ്യുന്നത്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഒരു കോഫി കുടിക്കാനായിട്ട് നമ്മൾ അവിടുത്തെ കഫേയിൽ കയറിയിരുന്നു. നല്ല മനോഹരമായ ഒരു കഫേ തന്നെയായിരുന്നു. ഇതുപോലത്തുള്ള പലതരത്തിലുള്ള മുഖങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ കഫേ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് ഒരു കേക്കും 2 കോഫിയും മേടിച്ചു. അവിടെ പുറത്തിരിക്കാനുള്ള സീറ്റിംഗ് സൗകര്യം ഉണ്ടായിരുന്നു. പല കളറിലും മനോഹരമായിട്ടുള്ള ഇൻസ്റ്റാഗ്രാമേഴ്സിനൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമായിരുന്നു അത്. നല്ല മുഖങ്ങളുടെ കൂടെ ഞാനും കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പേജിൽ ഇട്ടിട്ടുണ്ട് എല്ലാ ഫോട്ടോസും. കണ്ടവർക്ക് കയറി കാണാം. എന്ത് രസമല്ലേ നോക്ക്, നീല, പച്ച, ചുവപ്പ്, അതിനിടയിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ നല്ല ഇൻട്രസ്റ്റ് തോന്നിയായിരുന്നു എനിക്ക്. നമ്മളൊരു ലെമൺ ചീസ് കേക്കും ഒരു ചോക്ലേറ്റ് കേക്കും പിന്നെ 2 കോഫിയും മേടിച്ച് കഴിച്ചു. ഇത്ര നേരം നടന്ന് തളർന്നതിൻ്റെ ക്ഷീണം നമ്മൾ അവിടെ ഇരുന്നാട്ടോ തീർത്തത്. അതിനുശേഷം നമ്മൾ പുറത്ത് പിന്നെയും കുറച്ച് ശില്പങ്ങളൊക്കെ കാണാത്തത് കണ്ട് നമ്മളുടെ വീട്ടിലേക്ക് യാത്ര തിരിക്കുക കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ പല തരത്തിലുള്ള നഗ്ന പ്രതിമകളും അല്ലാത്ത പ്രതിമകളെ ഒക്കെ കണ്ടു. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പ്രതിമകളുടെ നഗ്നതയേക്കാൾ നമ്മൾ കാണേണ്ടത് അതിൻ്റെ സൗന്ദര്യമാണ്. നല്ലൊരു സ്ഥലമായിരുന്നു. വന്ന് ആർട്ടൊക്കെ ഇഷ്ടമുള്ളവർക്ക് ബെസ്റ്റ് സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. ഇൻസ്റ്റഗ്രാമേഴ്സിനും പറ്റിയ സ്ഥലം തന്നെയാണ്. അപ്പോൾ ഒരു നല്ല സ്ഥലം കണ്ടുപിടിച്ച സന്തോഷത്തോടു കൂടി നമ്മൾ ഇവിടുന്ന് മടങ്ങാണ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ഇത് ഐശ്വര്യ. ടാറ്റാ. ടുട്ടു കുറച്ച് നേരം അവിടെ ഒരു ചെറിയ പ്ലേ ഏരിയ ഉണ്ടായിരുന്നു, അവിടെ കളിച്ചു. അപ്പോൾ അതിനുശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ് ചെയ്തത് കേട്ടോ. വൈകുന്നേരമായി. ഇപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് യാത്രയാവാണ്.